ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ വന്ന കുറച്ച് കൃഷി കാഴ്ചകൾ കേട്ടോ. നമ്മളൊരു ജൂൺ മാസമൊക്കെ കുറച്ച് ഏലം വെച്ചായിരുന്നു നമ്മൾ കണ്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ കുറേ പച്ചക്കറി കണ്ടിട്ടുണ്ട്, പയറും ബീൻസും. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കേട്ടോ കാണിക്കാൻ വന്നത്. ഇത് ഏലമൊക്കെ അത്യാവശ്യം ചീമ്പടിച്ച് കയറി വരുന്നുണ്ട്. ഇത് കൊണ്ടോ, ഇത് കുറ്റി ബീൻസ് കേട്ടോ. ഇത് വിളവെടുക്കാറായിട്ട് വരുന്നു. കായ കുറവാട്ടോ, അത് ഇല്ലുകാരായിട്ട് നമ്മൾ വളമൊന്നും ചെയ്യുന്നില്ല, ചാണകപ്പൊടി ഇട്ട് നട്ടാണ്, പിന്നെ നമ്മൾ വളമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറ്റി ബീൻസ് നമുക്ക് നട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ഒരു 1-2 ആഴ്ചത്തേക്കാണ് കേട്ടോ നമുക്ക് ബീൻസിനകത്ത് നിന്ന് കിട്ടത്തുള്ളൂ. പിന്നെ ഇത് പറിച്ച് കളണ്ട് വരും. പിന്നെ ഇത് വഴുതനയാണ് കേട്ടോ, ഇത് ഗ്രോബിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എന്താ പയറുണ്ട്, പയറൊക്കെ പൂവായി വരുന്നു കേട്ടോ. ഇത് മറ്റേ വള്ളിപ്പയറാണ്, നല്ല പൂ ഉണ്ടായി വരുന്നുണ്ട്. ഇതാ നമ്മുടെ കൂടെ താറാവും ഇറങ്ങി വന്നിട്ടുണ്ടേ. ഇവിടെ വെള്ളവും പിന്നെ കുളമൊക്കെ ഉള്ളതോടെ മാറി കുളിക്കാനൊക്കെ ആയിട്ട് വരുന്ന കേട്ടോ. ഉണ്ടല്ലേ, ഇത് മുട്ടയിടുന്ന താറാവാണ്, വയോഗ ഇനത്തിൽപ്പെട്ട താറാവാണ്. ഇതുകൊണ്ട് ഈ പയറിൻ്റെ ഇലയെല്ലാം തിന്നു വെച്ചിരിക്കുന്നുണ്ടോ. ഇത് കേഴ കേട്ടോ, കേഴയും പിന്നെ കൂരമാൻ എന്ന് പറഞ്ഞ ജീവിയുണ്ട്, അതൊക്കെ കേട്ടോ തിന്നുന്നത്. രാത്രി വന്ന് തിന്നുന്നതാണ്. കുറച്ചാൾ നമ്മുടെ എർത്തൊക്കെ ഓഫായിരുന്നു, നമ്മുടെ സോളാർ ഫെൻസിങ്ങിൻ്റെ മെഷീനൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു. കണ്ടില്ലേ, പയറും പിന്നെ ചീനിപ്പട്ടലും എല്ലാം തിന്നുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഫെൻസിങ്ങൊക്കെ ശരിയാക്കി, ഇപ്പം വലിയ വിഷയമില്ല. പിന്നെ എന്താ, ഇത് പാവൽ. ഇതൊക്കെ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ കൃഷി ചെയ്യുന്ന കേട്ടോ, അല്ലാതെ നമ്മൾ വിൽക്കാനൊന്നുമില്ല, നമ്മുടെ സ്വന്തം വീട്ടിലെ ആവശ്യത്തിന് കൃഷി ചെയ്യുന്നത്. വലിയ വളങ്ങളൊന്നും ചെയ്യാറില്ല, ചാണകപ്പൊടിയൊക്കെ ഇട്ട് തന്നെയാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറ്റി ബീൻസ്. പിന്നെ നമ്മുടെ ഏലത്തിനകത്ത് ഫുള്ള് കാടായി കേട്ടോ. ഇതിനിപ്പോൾ ചെത്തി ഇതിൻ്റെ ചുവട്ടിലേക്ക് കൂട്ടണം. വേനൽക്കാലം വരുന്നതുകൊണ്ട് ഈർപ്പം നിന്നോളും ഈ ചുവട്ടിലേക്ക് ചപ്പ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. തന്നെ നല്ലതായിട്ട് തന്നെ ചീമ്പെടുക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലേക്ക് കൂട്ടാൻ വേണ്ടിയാണ് പ്ലാൻ. പിന്നെ ഈ നട്ടിരിക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ. അല്ലേ, ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് തടവെടുത്താണ് നടുന്നത്. അല്ലേ, ഇതിപ്പോൾ ഈ സമയത്ത് കേട്ടോ നടന്നത്, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടന്നത്. ഇതൊക്കെ ശീതകാല പച്ചക്കറിയാണ്. ക്യാരറ്റ്, ക്യാബേജ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇപ്പോൾ നടന്നതാണ്. നമുക്കിവിടെ നല്ലതായിട്ട് കൊണ്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ, നല്ല വലിപ്പമുള്ള ക്യാരറ്റ് ഉണ്ടാകുന്നത്. പിന്നെ മൂഷികിൻ്റെ ശല്യം കൂടുതലാണ്. മൂഷികിനൊക്കെ അടി വന്ന് തുരന്നിട്ട് ഈ ക്യാരറ്റ് തിന്നും, നമ്മളറിയത്തില്ല. ക്യാരറ്റിൻ്റെ വിത്ത് മേടിച്ച് വാങ്ങിയാൽ മതി കേട്ടോ. നമ്മൾ ഏലം വെച്ചിട്ട് ഇപ്പോൾ 6 മാസമായി. ഇപ്പോൾ അത്യാവശ്യം ചെയ്യുമ്പോൾ ഉണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് രാസവളം കൊടുത്തായിരുന്നു. ഏകദേശം 1.5 വർഷം കൊണ്ടൊക്കെ ശരം അടിച്ച് തുടങ്ങുമായിരിക്കും. വളമായിട്ട് നമ്മൾ ഫാറ്റമോസ് ആട്ടോ കൊടുത്തത്. പിന്നെ കണ്ടത്തിലായിട്ട് നല്ലതായിട്ട് തന്നെ കയറി വരും, എപ്പോഴും ഈ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടേ. ഇതുണ്ടല്ലേ, കപ്പയൊക്കെ എലി മറിച്ചിട്ടിരിക്കുന്നുണ്ടോ. ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം നമ്മൾ പയറായിട്ടുണ്ടേ. ഇതാ ഇവിടെ എല്ലാം ബീൻസ് ഇപ്പോൾ ഉണ്ട്, ഇഷ്ടംപോലെ ബീൻസ് ഉണ്ട്. അല്ല, 1-2 പ്രാവശ്യം പറിക്കുമ്പോഴത്തേക്ക് ഇത് തീർന്നു പോകും. നമ്മുടെ പ്യൂണിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ, ഇത് ചീരച്ചേമ്പാണേ. ഇത് നമ്മൾ കൊണ്ട് നട്ട് വെച്ചിട്ടേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആട്ടോ ഇല കറി വെക്കാനായിട്ട്. പിന്നെ ഇതാ തക്കാളി ഉണ്ട്. പിന്നെ ഇതാ നമുക്ക് ആവശ്യത്തിന് വെട്ടി കഴിക്കാനായിട്ട് കരിമ്പ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ വെട്ടുന്ന കരിമ്പിൻ്റെ ഈ തണ്ട് മൊത്തം ഇങ്ങനെ കുത്തി നട്ട് വെക്കും കണ്ടത്തിൽ. അപ്പോൾ അത് ഇഷ്ടംപോലെ കരിമ്പുണ്ട്. പിന്നെ ആന കയറി കഴിഞ്ഞാൽ മൊത്തം തിന്നും കേട്ടോ. പിന്നെ ഫെൻസിങ്ങിലുണ്ട്, ആന അങ്ങനെ കയറാറില്ല. അല്ലേ, ആനയ്ക്ക് വലിയ ഇഷ്ടമുള്ള സാധനമാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട പേജ് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.